ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ട്രിപ്സ് ടിപ്സ്. ഞാൻ ഗ്രീഷ്മ. ഇന്ന് ഞാനൊരു അടിപൊളി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടും 4 മണി പലഹാരമായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗോവ മാംഗ്ലൂർ സ്റ്റൈലിലുള്ള ഇഡ്ഡലിയാണ്. ഇതിനെ സന്നാസ് എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും ക്രിസ്മസിനൊക്കെ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ്. നമ്മുടെ ക്രിസ്മസിന് ഇതൊന്നും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇതിനായിട്ട് നമ്മൾ ബോയിൽഡ് റൈസ് എടുക്കുക. 1/4 കപ്പ് ബോയിൽഡ് റൈസാണ് എടുക്കുന്നത്. ഏതെങ്കിലും ഒരു ഗ്ലാസ് അളവിനാണെങ്കിൽ 1/4 ഗ്ലാസ് എടുക്കുക. 1/4 കപ്പ് സാധാരണ അരി, ദോശയുടെ അരി, പച്ചരി എടുക്കുക. 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്. അളവ് ഇതുപോലാണ് എടുക്കേണ്ടത്. കൂടുതലും ബോയിൽഡ് റൈസാണ് എടുക്കേണ്ടത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 4 മണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വെക്കുക. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈസ്റ്റ് പ്രിപ്പയർ ചെയ്യുകയാണ്. അരി അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഈസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ചെറിയ ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ഇളക്കി 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇതൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വരും. നമുക്ക് അരി അരച്ചെടുക്കാം. വളരെ കുറച്ച് അരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പച്ചരിയും ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് ഉഴുന്ന് മാത്രമേ ഉള്ളൂ. അത് ഒറ്റയ്ക്ക് അരച്ചെടുക്കാനായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ചിട്ട് അരയ്ക്കുന്നത്. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് വേണം അരയ്ക്കാൻ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റാക്കി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തരിയില്ല. ഇനി നമുക്ക് ബോയിൽഡ് റൈസും കൂടി അരച്ചെടുക്കാം. അതും ഇതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യാം. സന്നാസ് ഒരു മധുര പലഹാരം ആയതുകൊണ്ട് തന്നെ 1/2 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് നന്നായിട്ട് അലിയിപ്പിച്ചെടുക്കുകയാണ്. കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് 2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് അലിയിപ്പിച്ചെടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത്. മാവ് പുളിച്ചതിന് ശേഷം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പാകം നല്ല ലൂസ് കൺസിസ്റ്റൻസിയാണ്. ദോശയെക്കാളും കുറച്ചുകൂടി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ആ ഒരു കൺസിസ്റ്റൻസിയിലായി കഴിഞ്ഞാൽ നമുക്ക് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് പൊങ്ങി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിന് നമുക്ക് ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും ഒരു അടച്ച് വെക്കണം. പുളിപ്പിക്കുന്നതിനായിട്ട് വെക്കണം. ഞാനിത് ഓവർനൈറ്റാണ് വെക്കുന്നത്. ഇപ്പോൾ രാവിലെ എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. സന്നാസ് ഉണ്ടാക്കുന്നത് ചെറിയ ബൗളിലാണ്, കട്ടോരി പോലുള്ള ചെറിയ സ്റ്റീൽ ബൗളുകളിലാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വലിയ പാത്രത്തിൽ വട്ടയപ്പം ഉണ്ടാക്കുന്നത് പോലെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടുകളിൽ വേണമെങ്കിലും ചെയ്യാം. അതിൽ ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ആവശ്യമുണ്ടായിരുന്നു, അത് ചേർത്തിട്ടുണ്ട്. ഇനി ബൗളിലെല്ലാം ഒരേപോലെ തന്നെ ഞാൻ മാവ് നിറയ്ക്കുകയാണ്. അര ബൗളിൽ മാവ് ഞാൻ നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റീമറിൽ വെച്ച് 15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു സ്ക്യൂവർ ഇട്ടൊന്ന് കുത്തി നോക്കുക, വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റും. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. നല്ല ഇഡ്ഡലിയേക്കാളും ഭയങ്കര സോഫ്റ്റുമാണ്, നല്ല മധുരമുള്ളതാണ്. അപ്പോൾ ഇത് വട്ടയപ്പം കഴിക്കുന്ന പോലെ തന്നെ നല്ല എരിവുള്ള ചിക്കനോ മട്ടൺ കറിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതൊന്നും ഇല്ലെങ്കിൽ ചട്നിയുടെ കൂടെ കഴിക്കാനും വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ്സ് അറിയിക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.